ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഫാമിലി വ്ളോഗാട്ടോ. നമുക്കിന്ന് കൊല്ലത്തൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു മാരേജ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇന്ന് കൊല്ലത്തേക്ക് പോവാണ് കേട്ടോ. രാവിലെയാണ് കേട്ടോ പോണത് തന്നെ. പുറത്തൊക്കെ നല്ല ഇരുട്ടാട്ടോ, നേരം വെളുത്തിട്ടില്ല, നല്ല ഇരുട്ടാണ് കണ്ടോ. സമയം 5 മണി ആവണു കണ്ടോ. നല്ല ഇരുട്ടാണ്, അത്യാവശ്യം നല്ല ഇരുട്ടാണ്. വെളിച്ചിങ്ങനെ വരണേ ഉള്ളൂ കണ്ടോ. നല്ല ഇരുട്ടാട്ടോ, പുറത്ത് നല്ല ഇരുട്ടുണ്ട്. ഇതാണ് ഗായ്സ് എൻ്റെ ചേച്ചി. എൻ്റെ ചേച്ചി. അങ്ങനെ ചേച്ചിയുടെ അടുത്ത് ശേഷിയായിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് ഫോണും പിടിച്ച് പോയപ്പോൾ ഇതാ അമ്മ അവിടെ പഴം കഴിക്കുകയായിരുന്നു കേട്ടോ. രാവിലെ 4:45 ഞങ്ങളുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. ഞാനാണ് ആദ്യം ഒരുങ്ങിയത്, കാരണം എനിക്ക് ഒരുങ്ങാൻ ഒരുപാട് നേരം വേണ്ടതുകൊണ്ട് ഞാനാണ് ആദ്യം ഒരുങ്ങിയത്. പിന്നെ ചേച്ചി ഒരുങ്ങി കഴിഞ്ഞായിരുന്നു. അപ്പോഴാണ് അടുക്കളയിൽ ചുക്കാപ്പി ഉണ്ട്, എടുത്ത് കുടിക്കുന്ന അമ്മ പറഞ്ഞത്. അങ്ങനെ ഞാൻ പോയിട്ട് അതും എടുത്ത് കുടിച്ചു. രാവിലെ തന്നെ ആയതുകൊണ്ട് വേറെ ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പോണ വഴിക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അത് കാരണം ചുക്കാപ്പി മാത്രമാണ് രാവിലെ കുടിച്ചത്. അത് കുടിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്താന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നിട്ട് എൻ്റെ ഷർട്ട് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത്. എൻ്റെയും ചേച്ചിയുടെയും ഡ്രസ്സ് രണ്ടുപേർക്കും സെയിം ആണ്, കളർ മാത്രമേ ചേഞ്ച് ഉള്ളൂ കേട്ടോ. ASV ഡിസൈൻസിൽ നിന്ന് അച്ചു ചേച്ചി ചെയ്ത് തന്നാട്ടോ. ഞങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. കൈ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അച്ഛൻ ഇന്നലെ എടുത്ത ലോട്ടറിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ ക്യാമറയ്ക്ക് നോക്കി 2 ഹായ് പറയൂ എന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്. ഗുഡ് മോർണിംഗ്. കറക്റ്റ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങിയായിരുന്നു. നമ്മൾ 3ാമത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി. എല്ലാം വന്നിട്ട് കാക്കനാട് സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിലാണ്. അവിടെയാണ് ചേട്ടനും ചേച്ചിയും താമസിക്കുന്നത്. നമ്മൾ ഇന്നലെ നൈറ്റ് തന്നെ ചേച്ചിയും ചേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ കൊടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോർണിംഗ് ഒരു 5 മണി ആയപ്പോഴാണ് നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോവാനായിട്ട് ഇവിടുന്ന് ഇറങ്ങിയത്. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 8-9 കൊല്ലമായി തോന്നുന്നു ഫാമിലി ആയിട്ട് കൊല്ലത്തേക്ക് പോയിട്ട്. അച്ഛൻ്റെയും ചേട്ടൻ്റെ എല്ലാവരുടെയും ജോലി തിരക്കുകളൊക്കെ കാരണം നമുക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് കൊല്ലത്തൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അമ്മയുടെ വീട്ടിലും പോകേണ്ടതുണ്ട്, വിനുവിൻ്റെ വീട്ടിലും പോകേണ്ടതുണ്ട്. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉള്ള കാരണമാണ് നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ പോകുന്നത് കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷം ഫാമിലി ആയിട്ട് തന്നെ കൊല്ലത്തേക്ക് പോകുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. എനിക്കും സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൊല്ലത്ത് ചെല്ലുമ്പോൾ എനിക്ക് വിനുവിനെ മാത്രം കാണാൻ പറ്റില്ലല്ലോ, ബാക്കി എല്ലാവരെയും കാണാൻ പറ്റും, വിനുവിനെ മാത്രം കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു കടയിൽ നിർത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അച്ഛൻ പുറത്തിറങ്ങിപ്പോയി ചോദിച്ചപ്പോഴത്തേനും അവിടെ ബംഗാളിയാണ് ചായ അടിക്കുന്നത്. അത് കാരണം അച്ഛനക്ക് ഇഷ്ടപ്പെട്ടില്ല. ബംഗാളികൾ ചായ അടിച്ചാൽ റെഡി ആവില്ല എന്നുകൊണ്ട് നമ്മൾ ആ കടയിൽ നിന്ന് വീണ്ടും തിരിച്ചു പോയിട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയി. നമ്മൾ ഇതെവിടെയ സ്ഥലം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ എത്തിയപ്പോഴേക്കിനും ഒരു കുഞ്ഞു കട കണ്ടു നമ്മൾ. അവിടെ സാധാ കടയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ചായ അടിച്ചത്. അത് അച്ഛൻ നോക്കിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഓരോ നാട്ടുവിശേഷങ്ങളും പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് കുറേ ആരൊക്കെയോ കുറ്റം പറഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മതേ അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണുന്നു. ഇപ്പുറത്ത് ഞാൻ നോക്കിയപ്പോൾ ചേച്ചിയും ഇരുന്ന് കാഴ്ചകൾ കാണുന്നു. ഞാൻ അവളെ പിടിച്ചിട്ട് ക്യാമറയിലേക്ക് നോക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ പിടിച്ചു വെച്ചു ഗൈസ്. പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പി നടക്കുമായിരുന്നു. ആലപ്പുഴയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. എവിടെ എത്തി എന്താണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ആലപ്പുഴ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ നമ്മൾ നിർത്തി ഫുഡ് കഴിക്കാനായിട്ട് തീരുമാനിച്ചു. എനിക്കും നല്ല വിശപ്പുണ്ട്, ചേച്ചിക്കും നല്ല വിശപ്പുണ്ട്. ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല, പുറത്തിറങ്ങിയ നല്ലോണം വിശക്കൂട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഈ ഒരു ഹോട്ടലിലേക്കാണ് കയറിയത്. ഇത് എവിടെയാണ് സ്ഥലം എന്ന് എനിക്കറിയില്ല. ആരൊക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടാ. അങ്ങനെ അവിടേക്ക് നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് ഗായ്സ്. ചേച്ചി ആദ്യം ഓടുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് നല്ല വിശപ്പുണ്ട്. ചേച്ചിക്ക് ഭയങ്കര വിശപ്പ്. അവൾക്ക് നേരം എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം അവളാണ് ആദ്യം ഓടുന്നത്. റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളിയാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൈലൻ്റ് ആയിരുന്നു കേട്ടോ. അതേപോലെ ഞാൻ അവിടുത്തെ എന്തൊക്കെയോ വായിച്ച് നോക്കണ്ടായിരുന്നു. എന്തിനാണ് വായിച്ച് നോക്കണമെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ ഇറങ്ങുമ്പോഴേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ദോശ മതിയെന്ന്. പിന്നെ എന്തിനാണ് ഞാനിത് അപ്പുറവും ഇപ്പുറമൊക്കെ വായിച്ച് നോക്കണമെന്ന് എനിക്കെന്നെ അറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ അവസാനം ചേച്ചിക്ക് മസാല ദോശയും അമ്മയ്ക്കും എനിക്കും പ്ലെയിൻ ദോശയാണ് പറഞ്ഞത്. അച്ഛനും ദോശയാണ്, എല്ലാവർക്കും ദോശയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളും എല്ലാവരും ദോശ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ദോശ വന്നു. ഞങ്ങൾ പ്ലെയിൻ ദോശ പറഞ്ഞ കാരണം ഞങ്ങൾക്ക് വേഗം വന്നായിരുന്നു. ചേച്ചി മസാല ദോശ പറഞ്ഞ കാരണം ചേച്ചിക്ക് ടൈം എടുത്തു കേട്ടോ കുറച്ച് വരാനായിട്ട്. അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ നിന്ന് കൈയിട്ട് വാരി തിന്നുന്നുണ്ട്. പിന്നെ പാവല്ലേ എൻ്റെ ചേച്ചിയല്ലേ, തിന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ പിന്നെ അവളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കണം കണ്ടപ്പോൾ എനിക്ക് ആകെ വിഷമമായിട്ട് ഞാൻ പിന്നെ അവൾക്ക് വാരി കൊടുക്കാൻ
തീരുമാനിച്ചു. ഞാൻ 1-2 വട്ടമൊക്കെ അവൾക്ക് വാരി കൊടുക്കുകയും ചെയ്തു കേട്ടോ. ദോശ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നല്ല ദോശയായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വിശന്നിരിക്കണോണ്ടായിരുന്നോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്തു കേട്ടോ. ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കുന്ന ആളല്ല, എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ കഴിക്കണം കണ്ടിട്ട് അച്ഛൻ വന്നിട്ട് നീ ഇത്രയൊക്കെ കഴിക്കൂടി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നോക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ഞാനും ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോക്കുമായിരുന്നു ഞാൻ എന്താ വരാത്തേന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഈച്ച വരുന്നത് എവിടുന്നാന്ന് വെച്ചിട്ട് ഞാൻ അതിനെ തട്ടി മാറ്റി കേട്ടോ. അതിൻ്റെ ഇടയിൽ ചേച്ചി വന്നിട്ട് ഇവളെന്താണ് ഈ കാട്ടി കൂട്ടണേന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അതിൻ്റെ ഇടയിൽ കൂടെ പിരികൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. ചായ കുടിക്കാനുള്ള ആക്രാന്തം കൊണ്ട് ഞാൻ എടുത്ത് കുടിക്കുകയും ചെയ്തു, പൊള്ളുകയും ചെയ്തു കേട്ടോ. നാക്ക് നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നാക്ക് പൊള്ളി പണ്ടാറടങ്ങി ഗൈസ്. ഇപ്പോഴാണ് ഞാൻ കഴിച്ച് തീരാറായപ്പോഴാണ് ചേച്ചീൻ്റെ മസാല ദോശ വരുന്നത് കേട്ടോ. ഇത്ര നേരം പാവ അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു റെഡ് കളറിലൊരു ചട്നി ഉണ്ടായിരുന്നു, അതായിരുന്നു കേട്ടോ അടിപൊളി. സാമ്പാറിനെക്കാട്ടിയും മറ്റേ വെള്ള ചട്നീനെക്കാട്ടിയും അടിപൊളിയായത് ആ ഒരു ചട്നി ആയിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും ബാലുചേട്ടനും ഫുഡ് കഴിക്കണം. ബാലുചേട്ടൻ അധികം ഒന്നും കഴിച്ചില്ല, ബാലുചേട്ടൻ ഡയറ്റിലാണ്, അതുകൊണ്ട് എന്തോ ലൈമോ എന്തോ ജ്യൂസാന്ന് തോന്നുന്നു പറഞ്ഞത് ബാലുചേട്ടൻ. അച്ഛൻ ഇതാ ദോശ കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കേട്ടോ. ഞാൻ ബാത്റൂമിൽ പോകുമ്പോഴും ഈ സാധനമായിട്ട് പറഞ്ഞിട്ടാ. അച്ഛനെ നൈസായിട്ട് കളിയാക്കിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വേറൊന്നുമല്ല, ഞാനിപ്പോൾ എവിടെ പോയാലും ഫോൺ എടുത്ത് പിടിച്ച് വീഡിയോ എടുക്കല എൻ്റെ പരിപാടി. അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞേട്ടാ. മുന്നൊന്നും ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, ഇപ്പം ഞാൻ ഇങ്ങനെയാണ്, അതാണ് അച്ഛൻ പറഞ്ഞത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറിയപ്പോൾ ഞാൻ പിന്നെ ഏറ്റവും ബാക്കിലേക്ക് ഇരുന്നു. അപ്പോഴാണ് അവസാനം വീഡിയോ കോൾ ചെയ്ത് അവൻ നമ്മൾ പറ്റിച്ചിട്ടാട്ടാ പോകുന്നത്. കാരണം അവൻ അറിഞ്ഞിട്ടില്ല നമ്മൾ വീട്ടിലില്ലാന്ന്. ഇപ്പോഴാണ് അവന് മനസ്സിലായത്, അവനെ ഒളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിൻ്റെ വിഷമാണ് കുട്ടി നമ്മളെ മൈൻഡ് ചെയ്യണില്ല. ഞാൻ വിളിച്ചിട്ടും അവൻ എന്നെ നോക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ. എന്നെ പറ്റിച്ചിട്ട് പോയില്ലേ നിങ്ങൾ എന്നുള്ള രീതിക്ക് എന്നോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല. എന്നെ ഒരു കണക്കിന് അവൻ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഓച്ചിറ എത്തി. ഓച്ചിറ അമ്പലമാണ് ഈ കാണുന്നത്. ഈ അമ്പലത്തിൽ എന്തൊക്കെയോ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വയസ്സായവരെ ഇവിടെ കൊണ്ടൊന്ന് വിടുമെന്നോ, ഇവിടെ കാളയുണ്ടെന്ന്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചേച്ചി ഇതേപോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞാനതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. ഓൾറെഡി ഇതൊക്കെ വീണു എനിക്ക് പണ്ടേ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഞാൻ പിന്നെ ഇപ്പോഴാണ് കേൾക്കുന്ന രീതിയിൽ പോലെ ഞാൻ ഇരുന്നങ്ങ് കൊടുത്ത്. ഞാൻ എപ്പോൾ കൊല്ലത്തേക്ക് പോകുമ്പോഴും ഇവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇവിടെ എപ്പോഴും ഇങ്ങനെ പച്ചമാങ്ങ ഇങ്ങനെ വിൽക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ വേറെ എവിടെയും അങ്ങനെ എപ്പോഴും എല്ലാ സീസണിലും ഇങ്ങനെ പച്ചമാങ്ങ വിൽക്കണത് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെയാണ് ഞാനത് കണ്ടേക്കണേ കേട്ടോ. ബസ്സിൽ പോവുകയാണെങ്കിലും വണ്ടിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ എത്തുമ്പോൾ നീണ്ടകര പാലം കാണുമ്പോഴാണ് ഞാൻ പറയാം അമ്മേടെ അടുത്ത്, അമ്മ കൊല്ലം ഇതാണ് കേട്ടോ എൻ്റെ അടയാളം. നമ്മൾ കൊല്ലത്ത് കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വന്നിട്ട് പേരൂര് അമ്പലമാണ് കേട്ടോ. അവിടെയാണ് കല്യാണം. നമ്മൾ അമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മയുടെ വീട് കരിക്കോട് മങ്ങാടാണ്. അവിടെ പോയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലത്തെ ആൾക്കാരെയൊക്കെ കണ്ടു. ഇതെൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ് കേട്ടോ. ഈ അമ്പലത്തിൽ ആനയുണ്ട് കേട്ടോ. ഞാൻ ഒഴിച്ച് ബാക്കി അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചി എല്ലാവരും കണ്ടു. ഞാൻ മാത്രം കണ്ടില്ല. വിനു വിളിച്ചപ്പോഴാണ് ഈ അമ്പലത്തിന് ആന തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് കേട്ടോ. ഞാനത് കണ്ടില്ല. കുറച്ച് നേരം അവിടെ ഇരുന്ന് ചടങ്ങുകളൊക്കെ കണ്ടായിരുന്നു. പിന്നെ അവിടെ വയലിനോ ഗിറ്റാറോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ നാട്ടുകാരൊക്കെ കണ്ട് ഓരോരുത്തർ വന്ന് സംസാരിച്ച് കുഴഞ്ഞു വരുന്ന ചേച്ചിയാണിത്. എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും കണ്ട് സംസാരിച്ചു. ചേട്ടൻ എന്തോ വലിയ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. സത്യം പറയാലോ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. എന്താ കാര്യം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മുടെ തൃശ്ശൂരത്തെ സദ്യ ഇങ്ങനെയല്ല. കൊല്ലത്ത് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സദ്യ കഴിക്കുന്നത്. അതായത് കല്യാണ സദ്യ ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് നിന്ന് കഴിക്കുന്നത്. ആദ്യം തന്നെ ചീറ്റിപ്പോയെന്ന് പറയാമല്ലോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്നറിയില്ല, ഒരുപാട് കറികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തൃശ്ശൂർ ഫസ്റ്റ് തന്നെ ചോറിട്ട് കഴിഞ്ഞാൽ കുഴി കുത്തിയിട്ട് സാമ്പാറിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ സാമ്പാറൊന്നുമല്ല, പരിപ്പും നെയ്യൊക്കെയാണ് കൊണ്ടുവന്നത്. കണ്ടപ്പോൾ തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ സാമ്പാറും രസം ഉണ്ടായില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാരണം ഞാൻ വേഗം തന്നെ ഇല മടക്കിയിട്ട് ഒരു 3 പിടി ഫുഡേ ഞാൻ കഴിച്ചുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ചേച്ചി ഇല മടക്കിയായിരുന്നു. പിന്നെ ചേട്ടൻ എന്തോ പായസമൊക്കെ കൂട്ടി കഴിച്ചായിരുന്നു. പക്ഷെ ചേട്ടനും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവിടെ നമ്മൾ നേരെ പോയത് ഈ ഒരു ഋഷികേഷ് ആർട്ട് ഗാലറി ആൻഡ് ആർട്ട് കഫേയിലേക്കായിരുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലത്ത് രാമൻകുളങ്ങര മേടേ ജംഗ്ഷന് സമീപമുള്ള ഭദ്രാദേവി ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ആർട്ട് കഫേ സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഞാൻ ഈ ഒരു ആർട്ട് കഫേയിലേക്ക് വരണം എന്നുള്ളത്. ഇപ്പോഴാണ് കേട്ടോ സാധിച്ചത്.
വെച്ചത്. ഇത് തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ടാറ്റ എന്താണ് വിധു, ഇത് വന്നിട്ട് ദത്തനാണ്. ഇവർ രണ്ടുപേരുമാണ് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ബുക്ക് സ്റ്റോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ മതിലിൽ ഇതേപോലെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടാവും അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ കുറച്ച് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ആർട്ട് ഗാലറിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ട് ഞാൻ അകത്തോട്ട് കയറുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴും ഓരോ ചിത്രത്തിന് പുറകിലും ഒരു കഥയുണ്ട് എന്നൊക്കെ വലിയ വലിയ ആൾക്കാർ പറയില്ലേ. സംഭവം സത്യമാണ്. ഓരോ പിക്ചേഴ്സും കാണുമ്പോൾ ഇല്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോകട്ടോ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 92 പരം ചിത്രകാരന്മാരുടെ 100ഓളം ചിത്രങ്ങളാണ് ഈ ഒരു ആർട്ട് കഫേയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഓരോ ചിത്രത്തിനും താഴെയും അത് വരച്ചിട്ടുള്ള ചിത്രകാരൻ്റെ പേരും ഡീറ്റെയിൽസും ആ ചിത്രത്തിന് എത്ര രൂപയാണ് വരുന്നതെന്നും എല്ലാ കാര്യങ്ങളും ആ ഒരു ചിത്രത്തിൻ്റെ എടുത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാ കലാകാരന്മാരും വളരെ മനോഹരമായിട്ടാണ് ഓരോ ചിത്രങ്ങളും ക്യാൻവാസിലേക്ക് പകർത്തി വെച്ചിരിക്കുന്നത്. ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിൽ പെട്ട ഒരു ശില്പമാണ് ഇത്. പ്ലാവിൻ്റെ കാതലിൽ ഗാദ് എന്ന് പറഞ്ഞിട്ട് തീർത്തിട്ടുള്ള ഈ ഒരു ശില്പം ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ പാപ്പനാണ്. പാപ്പൻ്റെതാണ് ഈ ഒരു ആർട്ട് ഗാലറി. ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നതും പാപ്പനാണ്. പാപ്പൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗുരുപ്രസാദ് അയ്യപ്പൻ എന്നാണ് പാപ്പൻ്റെ പേര്. പാപ്പൻ ASI കൂടിയാണ്. ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടിരിക്കുവാണ്. പാപ്പൻ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഇതാണ് പാപ്പൻ ചെയ്തിട്ടുള്ള വർക്ക്. അടിപൊളിയാണ് കാണാനായിട്ട്. എന്തൊക്കെയോ നമുക്ക് ഈ ഒരു ശില്പം കാണുമ്പോൾ നമ്മളെ മനസ്സിലോട്ട് വരും. അടിപൊളിയായിട്ടാണ് പാപ്പൻ ഇത് ചെയ്തിരിക്കുന്നത്. 1 കൊല്ലം മുന്നെയാണ് പാപ്പൻ ഈ ഒരു ആർട്ട് ഗാലറിക്ക് തുടക്കം കുറിക്കുന്നത്. അന്ന് തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വിനു അയച്ചു തന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷേ അതിനുള്ള സമയം സന്ദർഭമൊന്നും കിട്ടാത്തത് കാരണമാണ് എനിക്ക് ഇത്രയും ലേറ്റ് ആവേണ്ടി വന്നത്. 3000 രൂപ മുതൽ 10000 രൂപ വരെയുള്ള ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഓരോ ചിത്രത്തിനും ഓരോ കഥകളുണ്ട് കേട്ടോ. മേലത്തെ ആ ഒരു ചിത്രം കണ്ടപ്പോൾ അസാനുവിന് ഓർമ്മ വന്നിട്ടാണ് അച്ഛൻ ഇതാ നോക്കി നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഓരോ ചിത്രങ്ങളും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയതാണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ. ആർട്ട് ഗാലറി കാണാനായിട്ട് നമുക്ക് മുതിർന്നവർക്ക് 50 രൂപയും അതേപോലെ തന്നെ കുട്ടികൾക്ക് 20 രൂപയാണ് ഇവിടെ എൻട്രി ചാർജ് വരുന്നത്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഈ ഒരു ആർട്ട് ഗാലറിൻ്റെ പ്രവർത്തന സമയം. തിങ്കളാഴ്ചകളിൽ പ്രവർത്തിക്കാറില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിത്രങ്ങൾ കാണാനും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ മേടിക്കാനുള്ള സൗകര്യം ഈ ഒരു ആർട്ട് ഗാലറിയിലുണ്ട് കേട്ടോ. കലാകാരന്മാർക്കും വലിയ ചിത്രകാരന്മാർക്കും മാത്രമല്ല, നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും വന്നിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ആർട്ട് ഗാലറി. ഈ ഒരു ആർട്ട് കഫേ ഉദ്ഘാടനം ചെയ്തത് കൊല്ലം ജില്ലാ കളക്ടർ അഫ്സാന പ്രവീൺ ആണ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ആർട്ട് കഫേന്ന് ഇറങ്ങിയത്. പക്ഷേ ഒരു സങ്കടം എനിക്കുണ്ടായി. കാരണം ഇതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള പാപ്പനെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇതൊക്കെ പാപ്പന് കിട്ടിയിട്ടുള്ള അവാർഡ്സ് ആണ് കേട്ടോ. അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. പിന്നെ ഇത് നമ്മുടെ പാപ്പൻ്റെ 2 മക്കളാണ്. അവന്മാർക്ക് അങ്ങനെ ടാറ്റ കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം ഈ ഒരു പ്ലേസ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2 ആൾക്കാർ എന്നെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിളിച്ച് വരുത്തിയതാണ് കേട്ടോ. വിളിച്ചപ്പോൾ തന്നെ ഇതേ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗണേഷ് ചേട്ടനും ശരത്തേട്ടനും. 2 പേരും എൻ്റെ വിനുവിൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഇവർ 2 പേരും വേറെ ഏതോ സ്ഥലത്ത് നിൽക്കുമായിരുന്നു. അവരെ ഞാൻ വിളിച്ച് വരുത്തിയാണ് ഞാൻ പോവുകയാണ്, ഇനി ഇപ്പോഴൊന്നും കാണില്ല, വരുന്നെങ്കിൽ വായോ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച് വരുത്തിയത് കേട്ടോ. ചേട്ടന് ഭയങ്കര വിഷമമാണ്, ഞാൻ കാണാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വിഷമം ഞാനൊന്ന് തീർത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരോട് കുറച്ച് നേരം സംസാരിച്ച് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു. പിന്നെ ഒരു ഓച്ചിറയൊക്കെ എത്തിയപ്പോഴത്തേനും വിശന്നു. അവിടെ നമ്മൾ ചായയും ബജിയും കഴിച്ചായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അവിടുന്ന് പിന്നെയും നമ്മൾ ട്രാവൽ ചെയ്ത് ആലപ്പുഴയൊക്കെ എത്തിയപ്പോൾ ബീച്ചിൽ ഇറങ്ങണം എന്നൊരാഗ്രഹം. ഒരു 7:30 ആയിട്ടില്ല തോന്നുന്നു, ഒരു 7 മണിയൊക്കെ ആയിരുന്നു അപ്പോഴത്തേനും. അവിടെ വന്നിട്ട് നമ്മൾ ഇറങ്ങി കുറച്ച് നേരം നിന്നിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് നമ്മളെ വീട്ടിലേക്കുള്ള ബസ്സിൽ, ഗുരുവായൂർ ബസ്സിൽ കയറ്റി വിട്ടിട്ട് ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് കാക്കനാട് അവരെ ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.